ഹലോ മക്കളെ, 2025 ജെഇ മെയിൻ സെഷൻ 1 എഴുതിയ കുട്ടികളുടെ റെസ്പോൺസ് ഷീറ്റ് ഔട്ടായിട്ടുണ്ട്. നിങ്ങൾ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ലോഗിൻ ചെയ്യുന്ന നമ്മുടെ ജെഇയുടെ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, അതൊരു PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ എഴുതിയ എക്സാമിലെ 25 ക്വസ്റ്റ്യൻസും അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ റെസ്പോൺസ് ഏതാണെന്നുള്ളതും അറിയാൻ സാധിക്കും. അതിലൂടെ എത്ര മാർക്കാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്തു നോക്കുക. ആൻഡ് നിങ്ങൾക്കറിയാം, നമുക്ക് അടുത്ത സെഷനിലേക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയണം. കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണം. അതുപോലെ നമ്മുടെ മിസ്റ്റേക്കുകൾ എവിടെയായിരുന്നു, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയത്, ഇതെല്ലാം ഒരു ക്ലിയർ പിക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സെഷനിലേക്ക് നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും ആദ്യം എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പോയിട്ട് ജെഇയുടെ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് NTAയുടെ വെബ്സൈറ്റിൽ പോയിട്ട് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് മുഴുവനായിട്ടൊന്ന് ഓടിച്ചു പോവുക. എത്ര മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ എഴുതിയ എക്സാം ഏത് ഷിഫ്റ്റാണ്, ഏത് ഡേറ്റ്, 28 ജനുവരി ഷിഫ്റ്റ് 1, അതിൻ്റെ താഴെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾ എക്സ്പെക്ട് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എക്സ്പെക്റ്റഡ് മാർക്കല്ല, കാരണം എന്താണ്, കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാകും. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. ഓരോ ഷിഫ്റ്റിലും എഴുതിയ കുട്ടികളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് പരസ്പരം ഒരു ഐഡിയ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. ഇനി അഥവാ ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അത് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ആൻസർ കീ ചലഞ്ച് ചെയ്തുകൊണ്ട് NTA അതെന്ത് ചെയ്യും, ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ എഡിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് നിങ്ങൾ അത് ഓൾറെഡി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് ചെയ്യും. ഒരുപാട് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന 14 ലക്ഷം കുട്ടികൾ എഴുതിയ എക്സാമാണ്, അല്ലെങ്കിൽ 13 ലക്ഷം കുട്ടികൾ എഴുതിയ എക്സാമാണ്. അപ്പോൾ അതെന്തായാലും അതിൻ്റെ പ്രോസസ്സുകൾ അവിടെ നടന്നോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്കുകളോ ആൻസർ കീയിൽ തെറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എങ്ങനെയാണോ ഏറ്റവും ഫെയർ ആയിട്ട് എങ്ങനെയാണോ അത് പ്രാക്ടിക്കലി ആക്കേണ്ടത്, ആ രൂപത്തിൽ തന്നെ NTA അതെന്ത് ചെയ്യും, ആ ഡിസിഷൻ എടുക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ ഈ കാര്യം ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ട് അടുത്ത സെഷനിലേക്ക് നിങ്ങളുടെ പ്ലാൻ എന്താണ്, നിങ്ങൾ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കമൻറ്റിൽ പറയണം. സോ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.